السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الكاملين برضا الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أما بعد فقد قال الله سبحانه وتعالى في قرآنه العزيز: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت والعاجل من أتبع نفسه هواها وتمنى على الله أو كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും അതുവഴിയായി പരിശുദ്ധമായ സ്വർഗം കരഗതമാക്കാനും സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ പരിപൂർണമായി സാക്ഷി നിൽക്കപ്പെടുന്ന, അനുകൂല സാക്ഷി നിൽക്കപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തുകയും അവൻ വിധിക്കുന്ന നരകവിമോചനത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വിശുദ്ധമായ റമളാൻ ഏറ്റവും വലിയ സുകൃതങ്ങളുടെ സാഹചര്യങ്ങൾ നമുക്ക് സമ്മാനിച്ച് അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവസാന വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ റമളാനോട് സലാം പറഞ്ഞ് വിടവാങ്ങുകയാണ്. റമളാൻ വിടവാങ്ങുമ്പോൾ വന്നതുപോലെയല്ല മടങ്ങുന്നത്. വന്നത് അപരിചിതരുടെ നടുവിലേക്കാണ്. പുതിയ റമളാന് ആരെയും അറിയില്ലായിരുന്നു. പക്ഷേ എങ്ങും സ്വീകരണങ്ങൾ ഒരുക്കി, ഭക്ഷണം വിളമ്പി, നോമ്പ് പിടിച്ച്, നോമ്പ് തുറപ്പിച്ച് റമളാനെ വരവേറ്റിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് റമളാൻ കോരിത്തരിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരു മാസത്തിന് ശേഷം റമളാൻ മടങ്ങുന്നത് നാം ഓരോരുത്തരെയും കുറിച്ചുള്ള കൃത്യമായ വിവരം തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ്. നോമ്പുകാരെ, തറാവീഹുകാരെ, ചിരിച്ചു വരവേറ്റവരെ എല്ലാം റമളാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളും പുറവും രീതികളും നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്പനേരത്തെ സഹവാസത്തിലൂടെ നമുക്കൊരാളെ തിരിച്ചറിയാൻ കഴിയുമല്ലോ. നിങ്ങൾ നോക്ക്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് ഇന്ന ഒരാളെ അറിയാം. ആ ആളോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, 3 കാര്യം അദ്ദേഹവുമായി ഉണ്ടായിട്ടുണ്ടോ? അതിലൊന്ന് അയൽപക്ക ബന്ധമാണ്, മറ്റൊന്ന് സഹവാസമാണ്, മറ്റൊന്ന് സാമ്പത്തികമായ ഇടപാടാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ
അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ആ മനുഷ്യനെ അറിയാൻ യാതൊരു വിധത്തിലും സാധ്യതയില്ല എന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനുൽ കുബ്രയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? പള്ളിയിൽ പോകലും നിസ്കാരവും കണ്ട് വഞ്ചിതരാവണ്ട, സഹവാസത്തിലൂടെ ഒരാളെ അടുത്തറിയാൻ കഴിയൂ എന്നാണ്. അപ്പോൾ സഹവാസം ഒരാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കാരണമാകുമെങ്കിൽ റമളാൻ നമ്മെ ശക്തിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മെ തിരിച്ചറിച്ച റിപ്പോർട്ടുമായി റബ്ബിൻ്റെ അരികിലേക്ക് യാത്ര ആകാറായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ആരും ഇടപെടുകയില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും യുഅ്താ യൗമൽ ഖിയാമത്തി ബിഅബ്ദിൻ വൽ മലായികത്തു യദ്രിബൂനഹു ഫയതഅല്ലഖു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫയഖൂലു മാ ദംബുഹു ഫയഖൂലൂന അദ്റക ശഹ്റ റമളാൻ ഫഅസല്ലാഹ തആല ഫയുരീദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യസ്ഫഅ ഫീഹി ഫയുഖാലു യാ മുഹമ്മദ് ഇന്ന ഖസ്മഹു റമളാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. ആ മനുഷ്യനെ മലക്കുകൾ പ്രഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധപ്പെട്ട് ചോദിച്ചു, മാ ദംബുഹു, എന്താണ് ഈ മനുഷ്യൻ ചെയ്തു പോയ തെറ്റ്? ഫയഖൂലൂന, അപ്പോൾ ആ മലക്കുകൾ പറയും, അദ്റക ശഹ്റ റമളാന ഫഅസല്ലാഹ തആല, ഈ മനുഷ്യൻ അയാൾക്ക് റമളാൻ ആഗതമായിട്ട് ആ റമളാനെ വേണ്ട വിധത്തിൽ ആദരിക്കാതെ അള്ളാഹുവിനെ ധിക്കരിച്ചു പോയവനാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യാനൊരുങ്ങും. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖസ്മഹു റമളാൻ, ആ മനുഷ്യൻ്റെ എതിരാളി റമളാനാണ്, അതുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യാൻ ഒരുങ്ങണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ ഫയഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയും, അന ബരീഉം മിമ്മൻ ഖസമഹു റമളാൻ, റമളാൻ എതിരായി നിൽക്കുന്ന, സാക്ഷിയായി നിൽക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഞാൻ ഒരിക്കലും ശഫാഅത്ത് ചെയ്യാൻ ഒരുക്കമല്ല. ആ മനുഷ്യനിൽ നിന്നും ഞാനിതാ അകന്നു പോവുകയാണ്, ഒഴിവാവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ മനസ്സിലാക്കി തരുകയാണ്. അപ്പോൾ റമളാൻ നമ്മെ പരിചയിക്കുകയും നമ്മെ മനസ്സിലാക്കുകയും ചെയ്ത് ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നമ്മെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം നടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, അതിന് യാത്രയാവാൻ ഒരുങ്ങുമ്പോൾ നാം സ്വയം ഒന്ന് വിലയിരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേർന്ന ഈ റമളാനിനെ നമുക്ക് യഥോചിതം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല റുബ്ബ സായിമിൻ ലൈസ ലഹു ഹല്ലും മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷ്. എത്രയെത്ര നോമ്പുകാരാണ്, അവർക്കവൻ്റെ നോമ്പ് കൊണ്ട് വെറും വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നുമില്ല. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു ഹല്ലും മിൻ ഖിയാമിഹി ഇല്ല സഹ്റു വൻ നസബ്. എത്രയെത്ര രാത്രി നിസ്കാരക്കാരാണ്, അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട് അവർക്ക് നേടാൻ കഴിഞ്ഞത് കേവലം ഉറക്കം ഒഴിക്കലും അതുപോലെ ക്ഷീണവും മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ വിഭാഗത്തിലേക്ക് നമ്മൾ പെട്ടുപോയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം വീണ്ടും വിചാരത്തിലേക്ക്, നാം ഒരു വിചിന്തനത്തിലേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് വന്ന നന്മകളെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എല്ലാം നല്ലതാണ്, എല്ലാം നന്മയിലാണ് എന്നുള്ള വിചാരം നമ്മെ അപകടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആശങ്കയുണ്ടാവണം. ആ ആശങ്ക എത്രത്തോളമാണ്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കൂനൂ ലി ഖബൂലിൽ അമലി അശദ്ദ ഹമ്മൻ.
നിന്റെ പ്രവർത്തനം, നീ ചെയ്ത നന്മകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ നിനക്ക് വലിയ ഒരു ആശങ്കയുണ്ടാവണം. മിൻകും ബിൽ അമലി അലം തസ്മഉല്ലാഹ യഖൂലു ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആ അമൽ നിന്നിൽ നിന്നും സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള ആശങ്ക നീ അറിഞ്ഞേ മതിയാകൂ. എത്രത്തോളം നീ അള്ളാഹുവിൻ്റെ വാക്ക് കേട്ടിട്ടില്ലയോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ചയായും അല്ലാഹു തആല തഖ്വയുള്ളവരിൽ നിന്നു മാത്രമേ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന വിവരം ആ നിലക്ക് തഖ്വ നിനക്ക് അവലംബിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണം. നാം ഓരോരുത്തരും അതിൽ ഭാഗവാക്കാണ്. ആ നിലക്ക് നമ്മൾ വിചിന്തനം നടത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അസുലഭമായ ഈ മുഹൂർത്തങ്ങൾ കഴിഞ്ഞു കടക്കുമ്പോൾ അത് നമുക്ക് വേണ്ട വിധേന സ്വീകരിക്കാൻ കഴിഞ്ഞോ, ആദരിക്കാൻ കഴിഞ്ഞോ എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ നാം വിചിന്തനം നടത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ബുദ്ധിമാനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതായത് വീണ്ടും വിചാരത്തോടുകൂടി തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുകയും ആ ക്രമപ്പെടുത്തിയ ജീവിതത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഏതൊരു വിഷയത്തിലും അള്ളാഹുവിൻ്റെ കൃത്യമായ ഒരു നിരീക്ഷണമുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനം അതൊരു ബുദ്ധിമാൻ്റെ പ്രവർത്തനമാണ്. ആ ബുദ്ധിമാനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അബീ യഅ്ല ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു. ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ശരീരത്തെ കടിഞ്ഞാണിട്ടവനാണ്. അവൻ തൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചവനാണ്. വ അമില ലിമാ ബഅദൽ മൗതി. മരണശേഷം എന്താണ് വേണ്ടത് എന്നറിഞ്ഞു പ്രവർത്തിച്ചവനാണ്. അതേ സമയത്ത് വൽ ആജിസു. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, ബലഹീനനായവൻ, മൻ അത്ബഅ നഫ്സഹു ഹവാഹ. അവൻ്റെ ശാരീരികമായ ഇച്ഛകൾക്ക് വഴങ്ങി അവൻ്റെ ജീവിതമിങ്ങനെ ജീവിച്ചു തീർത്തു. തമന്ന അലല്ലാഹ്. പക്ഷേ എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു ചിന്താഗതി മാത്രമാണ് അവനുള്ളത്. അങ്ങനെ ചിന്താഗതി മാത്രം ഉണ്ടാവുകയും സൽക്കർമ്മങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്ത മനുഷ്യനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ബുദ്ധിയില്ലാത്തവൻ എന്നാണ്. ആ നിലക്ക് ബുദ്ധി ഉള്ളവരാണോ അതല്ല ഇല്ലാത്തവരാണോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. ആ നിലക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് ഈ വിശുദ്ധമായ റമളാൻ നാം അനുഭവിച്ച നോമ്പുകളും നാം നിർവഹിച്ച നിസ്കാരങ്ങളും ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെട്ടതാണോ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നവരാകുമ്പോഴാണ് അള്ളാഹു നമ്മിൽ നിന്നും എല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതല്ലാതെ കേവല കളിതമാശകളിലൂടെ മാത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അതുവഴിയായി നമുക്ക് വലിയ അപകടങ്ങളാണ് മരണസമയത്ത് നമ്മെ തേടിയെത്തുന്നത് എന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇദാ അസ്ബഹത. നീ രാവിലെയായാൽ ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ. നിൻ്റെ ശരീരത്തോട് വൈകുന്നേരത്തെക്കുറിച്ച് സംസാരിക്കരുത്. വൈകുന്നേരം ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരം ഇന്ന കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടാം എന്നുള്ള ഒരു സംസാരം അരുത്. വൈദാ അംസൈത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ സബാഹ്. അതേ സമയത്ത് നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ രാവിലത്തെക്കുറിച്ച് നീ ഒരിക്കലും സംസാരിച്ചു പോകരുത്. വഖുദ് മിൻ സിഹത്തിക ഖബ്ല സഖമിക. നിനക്ക് രോഗമാകുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യാവസ്ഥയെ നീ പരിഗണിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. വമിൻ ഹയാത്തിക ഖബ്ല മൗതിക. നിൻ്റെ
മരണം, ആ മരണമെത്തുന്നതിന് മുമ്പ് നിൻ്റെ ജീവിതം നിനക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഫഇന്നക ലാ തദ്രി യാ അബ്ദുല്ലാഹി മസ്മുക ഗദാ, അല്ലയോ അബ്ദുല്ലാഹ്, നിനക്കറിയില്ല നാളെ നിൻ്റെ പേരെന്താകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി, നാളെ നിൻ്റെ പേരെന്താകുമെന്ന് അറിയില്ല, നിനക്കറിയില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ വിശദീകരണം, ഒന്ന്, നീ നാളെ ജീവിച്ചിരിക്കുമോ ഇല്ലയോ, നിൻ്റെ പേര് മയ്യിത്ത് എന്നാകുമോ എന്നറിയില്ല എന്നാണ്. മറ്റൊരു വിശദീകരണത്തിൽ പറയുന്നത്, നീ ഈ ലോക ജീവിതം ഏറ്റവും സുഖകരമായ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചതിൻ്റെ ഫലമായി നീ സഈദ്, നാളെ മഹ്ശറയിൽ വെച്ച് ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് നീ സഈദ് വിജയികളിൽ പെട്ടവനാണോ, ഔസഖിയുൻ, അതല്ല നരകത്തിൻ്റെ അവകാശിയായി പരാജയപ്പെട്ടവനാണോ എന്ന് നിനക്ക് പേര് വയ്ക്കപ്പെടുമോ എന്ന് നീ അറിയുന്നില്ല. അതുകൊണ്ട് ചിന്തിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വളരെ ഗൗരവത്തോടുകൂടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തത്, മനസ്സിലാക്കി കൊടുത്തത് നമ്മുടെ ജീവിതത്തിലും ഒരു അനുഭവമാവണം. ആ നിലക്ക് നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സൽക്കർമ്മങ്ങളെ നാം ചിന്തിച്ച് അനുസൃതമായ രൂപത്തിൽ മുന്നേറാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഈ റമളാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പരിശുദ്ധമായ റമളാൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഈ റമളാൻ ഞങ്ങൾക്ക് നാളെ പാരത്രികമായ ലോകത്ത് അനുകൂലമായി സാക്ഷി നിർത്തണം റഹ്മാനെ. എല്ലാ പാകപ്പിഴവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ പരിഹരിച്ച് പരിപൂർണമായി മുഴുവൻ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണം റഹ്മാനെ. ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ഈ ഉദ്യമം എല്ലാ അർത്ഥത്തിലും സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കണം റഹ്മാനെ. പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, മറ്റ് നിലകളിൽ സഹായിച്ചവർ, ഞങ്ങളുടെ ഉസ്താദുമാർ, മുഴുവൻ ആളുകളുടെയും ബർസഖി ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾക്കും മരണസമയത്ത് കാമിലായ ഈമാനോടെ നല്ലതുമായി ബന്ധപ്പെടുന്ന സമയത്ത് നല്ല സ്ഥലത്ത് നല്ലവരോടൊപ്പം ഇരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. മരണസമയത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമുഖം ഒന്ന് തപസ്സുമിലായി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ജീവിതത്തിലൊരിക്കലെങ്കിലും ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായ നിലയിൽ നിർവഹിക്കാനും മർളിയായ സിയാറത്തിനുമുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറാത്തുകൾ ചൊരിയണം റഹ്മാനെ. കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്ന മുഴുവൻ മേഖലകളിലും ഉപജീവന മാർഗങ്ങളിലും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا وأخواتنا ومشايخنا وأساتذتنا وأزواجنا وذرياتنا من الدين والمظالم والنار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.